ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഒരു മന്ത്രി ഈ വിഷയത്തെ ലഘൂകരിച്ചു എന്നൊരു ആക്ഷേപം ഉയർന്നിരിക്കുകയാണ്. ഞാൻ ഈ അവസരത്തിൽ കൂടുതൽ കാര്യം പറയുന്നില്ല. ഞാൻ മിഥുൻ്റെ വീട്ടിലാണ് വന്നത്. മിഥുൻ്റെ മമ്മിയാണ് ഇപ്പോൾ കണ്ടത്. അവർ വളരെ ദുഃഖാവസ്ഥയിൽ കഴിയുകയാണ്. ഓമനിച്ച് വളർത്തിയ ഒരു കുഞ്ഞാണ്. കുഞ്ഞിൻ്റെ അമ്മ വിദേശത്താണെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. നാളെ എത്തുമെന്നാണ് കേട്ടത്. ഞാൻ ആ മിഥുൻ്റെ കുടുംബത്തിനോട് ഇപ്പോൾ സഹകരിക്കുകയാണ്. അവരുടെ ദുഃഖത്തിൽ ഞാൻ പങ്കാളിയാകുകയാണ്. ഗവൺമെൻറ് ഇപ്പോൾ ഇടപെട്ടിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് എൻക്വയറി ഉൾപ്പെടെ പ്രഖ്യാപിച്ചെന്ന് എനിക്ക് തോന്നുന്നു. അവരതിൻ്റെ റിപ്പോർട്ട് കൊടുക്കുന്ന ദിവസം കൂടിയാണ്. അപ്പോൾ ആ റിപ്പോർട്ടും കൂടെ വന്നു കഴിഞ്ഞാൽ എന്താ നടപടി എടുക്കണമെന്നുള്ളത് ഗവൺമെൻറ് നിശ്ചയിക്കും. മുഖ്യമന്ത്രിയും ഞങ്ങൾ ഒരുമിച്ച് മന്ത്രിമാരും ഇരുന്നുകൊണ്ട് അതിനുള്ള എന്തൊക്കെ നമുക്ക് ഈ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും, KCBയുടെ വീഴ്ച എന്താണ്, സ്കൂളിൻ്റെ വീഴ്ച എന്താണ്, അതെല്ലാം നമ്മൾ പരിശോധിച്ചുകൊണ്ട് ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. മിഥുൻ്റെ കുടുംബത്തിനോടൊപ്പം അവരുടെ ദുഃഖത്തിൽ ഞാൻ പങ്കാളിയാകുകയാണ്. ഈ അപകടത്തെക്കുറിച്ച് മന്ത്രി പറഞ്ഞൊരു പരാമർശം വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു. കുട്ടി അതിൻ്റെ മുകളിലേക്ക് വലിഞ്ഞു കയറി എന്ന മട്ടിൽ പറഞ്ഞു. അതെ ശരിയാണ്. ഇപ്പം അങ്ങനെ പറയരുതായിരുന്നു. പക്ഷെ കുഞ്ഞതിൻ്റെ മേളിൽ കയറി എന്നുള്ളത് സത്യമാണ്. അങ്ങനെ കയറി എന്നുള്ളത് പറഞ്ഞാൽ ഒരു വാക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ അതെ. നമ്മൾ സ്കൂളുകളിൽ ഇത്തരത്തിൽ അപകടകരമായ സാധനങ്ങൾ സൂക്ഷിക്കാതിരിക്കുക, അല്ലെ ഈ കോർണർ പോലെ മൂലയുള്ള അപകടം ഉണ്ടാക്കുന്ന സാധനങ്ങൾ പോലും ഇല്ലാതെ പല സ്കൂളുകളും ശ്രദ്ധിക്കുമ്പോൾ അത് കുട്ടികളാകുമ്പോൾ അങ്ങനെ പെരുമാറും എന്ന് ചിന്തിച്ചായിരുന്നില്ലേ പറയേണ്ടിയിരുന്നത്? അതിനുശേഷം ഒരു അതെ കുട്ടികൾ ഒരു പക്ഷേ അത് ഞാൻ വന്നപ്പോൾ അവിടെ ഇത് നടക്കുകയാണ്. അപ്പം അതിനകത്ത് കയറി അവിടെ നിന്നു. അവരിൽ പങ്കാളികളായി. അത് നമ്മുടെ ലഹരിക്കെതിരായിട്ടുള്ളൊരു ക്യാമ്പയിനായിരുന്നു. നമ്മളതിന് കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കാരണം ലഹരിക്കെതിരായിട്ട് ഏറ്റവും കൂടുതൽ പങ്കാളികളാകേണ്ടത് നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകളാണ്. അത് നാം മനസ്സിലാക്കണം. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ടുന്ന അമ്മമാരാണ്. എൻ്റെ വീട്ടിലായാലും എൻ്റെ മക്കളെ നമ്മൾ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ശരിയായിരിക്കും, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അമ്മമാരാണ്. അതുകൊണ്ട് അമ്മമാർ അതിനെതിരെ ലഹരിക്കെതിരായിട്ടുള്ളൊരു ക്യാമ്പയിൻ പോലെയാണ് അതവിടെ സംഘടിപ്പിച്ചത്. അതെ, ഇത്തരത്തിലൊരു വലിയ സങ്കടകരമായ സംഭവം ഉണ്ടായിരിക്കും. മന്ത്രി ഇങ്ങനെ ഡാൻസ് ചെയ്യുമെന്ന് പറഞ്ഞ് വലിയ ഇല്ല ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സംഭവം അറിഞ്ഞത്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഏകദേശം മന്ത്രിസഭ കഴിഞ്ഞ് പെട്ടെന്ന് എറണാകുളത്തിന് തിരിഞ്ഞ് ഞാൻ വാർത്തയൊന്നും കേട്ടില്ല. അവിടെ ചെന്ന് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് സ്റ്റേജിൽ കയറിയപ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായത്. അത് വ്യക്തമായി നമുക്ക് നിലയിൽ മനസ്സിലാക്കും. കുഞ്ഞിങ്ങനെ കയറി ഇങ്ങനൊരു അപകടം ഉണ്ടായി എന്നുള്ളതാണ് അപ്പോൾ അറിഞ്ഞത്. അതുകൊണ്ട് ആ നിലയ്ക്ക് കുഞ്ഞിനെ കുറിച്ചോ കുടുംബത്തിനെ കുറിച്ചോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പം HM-നെതിരെ നടപടി ഉണ്ടായിരിക്കുകയാണ്, ഹെഡ് മിസ്ട്രസിനെതിരെ നടപടി ഉണ്ടായിരിക്കുകയാണ്. മറ്റ് വീഴ്ച പല ഭാഗങ്ങളിൽ നിന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ വീഴ്ചയൊക്കെ പരിശോധിക്കണം. കാരണം ഒരു ഷെഡ് അനധികൃതമായിട്ട് കിട്ടിയെന്നുള്ളതാണ് ഇപ്പോൾ കേട്ടത്. അതിൻ്റെ മുകളിൽ ഇതുപോലെ തന്നെ കമ്പി, നമുക്കറിയാം കമ്പി എന്ന് പറഞ്ഞാൽ നിസ്സാരപ്പെട്ട കമ്പിയല്ല. അതിനകത്തോട്ട് അടുക്കാൻ ആർക്കും പറ്റത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ വളരെ നോക്കിയും കണ്ടും, ഇത്രയധികം കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു സ്കൂളാകുമ്പോൾ അതിന് പ്രത്യേകിച്ച് സുരക്ഷ ഉൾപ്പെടെ ഉണ്ടാകണം. അത് KCB അതിൻ്റെ വീഴ്ചയെ അവരും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ശരി, ഇതിന് നടപടി എടുക്കാൻ തന്നെയാണ് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ ഞാനും സഹകരിക്കും. എന്തായാലും ഇന്നലെ മന്ത്രി നടത്തിയ ഒരു പരാമർശം